ആഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. നിരവധി പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദിലെ വിമാനാപകടമായിരുന്നു ഈ ആഴ്ച ഏവരെയും നടുക്കിയ വാർത്ത. വിമാനാപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്നുയർന്ന വിമാനം ഞൊടിയിടയിൽ വൻ തീഗോളമായി മാറുകയായിരുന്നു. ആകാശ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. ജൂൺ 11 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ലണ്ടനിലേക്ക് തിരിച്ച 230 പേർ, അവർക്കൊപ്പം 12 ക്രൂ അംഗങ്ങളും 1:38 പറന്നുയർന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം താഴേക്ക് പതിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വിമാനം വീണതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വിമാനയാത്രയിൽ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങൾ ടേക്ക് ഓഫും ലാൻഡിംഗുമാണെന്നാണ് വ്യോമയാന വിദഗ്ധർ വ്യക്തമാക്കുന്നത്. വിമാനാപകടങ്ങളിൽ ഏറെയും സംഭവിച്ചതും ഈ ഘട്ടങ്ങളിലാണ്. ഇന്റർനാഷണൽ ഏവിയേഷൻ സേഫ്റ്റി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം 35% വിമാനാപകടങ്ങളും ടേക്ക് ഓഫ് സമയത്താണ് ഉണ്ടാകുന്നത്. സംഭവം ദുഃഖകരമെന്ന് എയർ ഇന്ത്യ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ കാംബെൽ വിൽസൺ പറഞ്ഞു. On the needs of our passengers, crew members, their families and loved ones. I know that there are many questions, and at this stage I will not be able to answer all of them. But I do want to share the information we have at this time. Air India flight AI-171, operated with a Boeing 787-8 aircraft, travelling from Ahmedabad to London Gatwick, has been involved in an accident after takeoff. Flight AI-171 was carrying 230 passengers and 12 crew members on board. Of the passengers, 169 are Indian nationals, 53 are British nationals, there are 7 Portuguese nationals and 1 Canadian national. അപകടത്തിന് പിന്നാലെ അഹമ്മദാബാദ് വിമാനത്താവളം അടയ്ക്കുകയുണ്ടായി. വിമാന ദുരന്തം അതീവ ദുഃഖകരമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് പരിസരവും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും നരേന്ദ്രമോദി സന്ദർശിച്ചു. 242 പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ന് ജീവനോടെ ബാക്കിയായത് ഒരാൾ മാത്രം. അവിശ്വസനീയാമിതം ജീവിതത്തിലേക്ക് ഓടിക്കയറിയ വിശ്വാസ് കുമാർ രമേശ്. 241 പേരുടെ ജീവൻ പൊലിഞ്ഞ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ മൂകസാക്ഷി. യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് പുറം ലോകം അറിയുന്നത്. രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയ വിശ്വാസിന്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. അഹമ്മദാബാദ് അസർവായിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം. ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശും സഹോദരനായ അജയ് കുമാർ രമേശും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിലെത്തിയത്. തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ദാരുണമായ അപകടം. ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 സെക്കൻഡിനുള്ളിലാണ് അപകടം സംഭവിച്ചതെന്നായിരുന്നു ചികിത്സയിലുള്ള വിശ്വാസ് കുമാറിന്റെ പ്രതികരണം. അവിശ്വസനീയമെന്ന് മാത്രമേ വിശ്വാസിന്റെ രക്ഷപ്പെടലിനെ വിവരിക്കാൻ സാധിക്കുകയുള്ളൂ. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീംലൈനർ വിമാനമാണ് തകർന്നു വീണത്. യാത്ര ആരംഭിച്ച് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. 12 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 242 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതേസമയം വിമാനാപകടത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിതരാണ്. രാജസ്ഥാനിൽ നിന്നുള്ള നിരവധി പേർ ഈ അപകടത്തിൽ മരിച്ചുവെന്നും മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. सारा देश दुखी है, तब है इस दुखी घड़ी में सारा देश मृतकों के परिवार के साथ खड़ा है। घायल लोग जल्दी ठीक हो, इसलिए भगवान से प्रार्थना करते हैं। एक घटना अत्यंत दुखी भी करती, व्यथित भी करती है।
और इस घटना ने पूरे देश ने, पूरे विश्व के कई देशों के लोगों को व्यतीत किया है, दुखी किया है। हम सब लोगों के श्रद्धांजलि अर्पित करते हैं और उनके परिवार के साथ पूरा देश करते हैं। राजस्थान के भी हमारे परिवारजन दुर्घटना में नहीं रहे। उन सब परिवारजनों के साथ पूरा राजस्थान खड़ा है इस दुखी घड़ी में। उनको भगवान के चरणों में प्राण मिले और उन परिवार के पीछे राजस्थान का व्यक्ति हमेशा साथ खड़ा रहे इस दुखी घड़ी में। ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട 40-കാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേശ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് അറിയില്ലെന്നും മരിച്ചുപോയെന്ന് കരുതിയതായും വിശ്വാസ് പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായതെന്ന് വിമാനാപകടത്തിൽ ജീവനോടെ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ പറഞ്ഞു. വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തെ 11A സീറ്റിലായിരുന്നു വിശ്വാസ് ഇരുന്നിരുന്നത്. വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് നിഗമനം. ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസ് കുമാറിനെ നേരിട്ടെത്തി സന്ദർശിക്കുകയും അപകടത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. കൂടാതെ വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് പരിസരവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. വിമാനത്താവളത്തിന്റെ തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ്. അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ എല്ലാവരും അതീവ ദുഃഖിതരാണ്. അപ്രതീക്ഷിതമായും ഹൃദയം തകർക്കുന്ന രീതിയിലും ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെട്ടത് വാക്കുകളാൽ വിവരിക്കാനാവില്ല. മരിച്ചവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മറ്റൊരു അഭിപ്രായം പറയാറായിട്ടില്ല. ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതിന് പിന്നാലെ ബോയിങ്ങിന്റെ മുൻ എഞ്ചിനീയർ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. ബോയിങ്ങിൽ ക്വാളിറ്റി എഞ്ചിനീയറായിരുന്ന സാം സെലെപോറാണ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറെ അപകട സാധ്യതയുള്ളതാണെന്നും അവയുടെ നിർമ്മാണം നിർത്തണമെന്നും കഴിഞ്ഞ ഏപ്രിലിൽ വെളിപ്പെടുത്തിയത്. ഡ്രീം ലൈനർ 787 വിമാനങ്ങൾക്ക് ഘടനയിൽ വിള്ളൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കാൻ കമ്പനി ശ്രമിക്കുന്നില്ലെന്നും ബോയിങ്ങിൽ 15 വർഷം ജോലി ചെയ്ത സാം ആരോപിച്ചിരുന്നു. പഴക്കം ചെല്ലുന്തോറും വിമാനം ആകാശത്ത് വെച്ച് തന്നെ തകർന്നു വീഴാൻ സാധ്യതയേറെയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബോയിങ്ങിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സാം ഇക്കാര്യം അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ സാം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിമാനം തികച്ചും സുരക്ഷിതവും കരുത്തറ്റതുമാണെന്നാണ് ബോയിങ്ങും US-ന്റെ മുൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സുരക്ഷാ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജെഫ് ഗസറ്റിയും പ്രതികരിച്ചത്. നീതിയുക്തവുമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു കിഞ്ചിറപ്പു അറിയിച്ചു. Lot of relief effort has been done already, right from Indian Army, NDRF, state police, medical departments, including aviation concerned departments. Everyone has attended immediately. The fire department, to the best of their abilities, they have been functioning here and doing the rescue operations. And we still have to find out the numbers. I don't want to put any wrong numbers to you, so we still have to go through the numbers. And my condolences, my prayers, my thoughts with the families of the bereaved. And we are trying to extend all the help that can be done. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം തകർന്നു വീണപ്പോൾ സ്ഥലത്തെ അന്തരീക്ഷ താപനില 1000 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. ഇത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു.
വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ താപനില 1000 ഡിഗ്രി സെൽഷ്യസായി പെട്ടെന്ന് ഉയരുകയായിരുന്നു. ഹോസ്റ്റൽ ക്യാന്റീനിൽ MBBS വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപകടം. വിമാനത്തിലെ 230 യാത്രക്കാരിൽ 169 പേർ ഇന്ത്യക്കാരാണ്. 53 ബ്രിട്ടീഷ് പൗരർ, 7 പോർച്ചുഗീസ് പൗരർ, ഒരു കാനഡ പൗരൻ എന്നിവരുമുണ്ടായിരുന്നു. ഇവരിൽ പലരും വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാരാണ്. 2 കൈക്കുഞ്ഞുങ്ങളും 11 കുട്ടികളും യാത്രക്കാരുടെ പട്ടികയിലുണ്ട്. ലണ്ടനിലെ ഗ്രാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ അടിയന്തര ലാൻഡിങ്ങിനെ സഹായം തേടി എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സന്ദേശം നൽകി. പിന്നാലെ 625 അടി ഉയരത്തിൽ നിന്ന് വിമാനം വീഴുകയായിരുന്നു. അതിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് A. പവിത്രനെ അറസ്റ്റ് ചെയ്തു. പവിത്രൻ ഓഫീസിലെത്തിയത് മദ്യപിച്ചാണെന്ന് തെളിഞ്ഞു. ലൈംഗിക ചുവയുള്ള സംസാരം, അതിക്രമം, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ജാതീയമായി ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അതിനിടെ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരുന്നു. വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. വിമാനാപകടത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ നിർണായകമാണ് ബ്ലാക്ക് ബോക്സിന്റെ കണ്ടെത്തൽ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് വെള്ളിയാഴ്ച ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണം നടക്കുക. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങളും പൈലറ്റുമാരുടെ സംഭാഷണങ്ങളുമെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും. അതോടെ അപകട കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരും. ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ പിൻഭാഗത്താണ് ഘടിപ്പിക്കാറുള്ളത്. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കുമെന്ന് അമിത്ഷാ ഇതിനിടയിൽ പറഞ്ഞിരുന്നു. आज दोपहर को एयर इंडिया की फ्लाइट संख्या AI-171 दुर्घटनाग्रस्त हुई और कई पैसेंजर इसके अंदर हताहत होने की संभावनाएं हैं। इस घटना से पूरा देश क्षुब्ध है और पूरा देश एक साथ पूर्ण संवेदनाओं के साथ ये जो दुर्भाग्यपूर्ण हादसे में पैसेंजर हताहत हुए हैं, इनके परिजनों के साथ खड़ा है। सबसे पहले मैं भारत सरकार, गुजरात सरकार, भारत सरकार के प्रधानमंत्री जी और गुजरात सरकार की ओर से भी जो लोग हताहत हुए हैं इनके परिजनों के प्रति गहरी संवेदना व्यक्त करता हूं। 10 ही मिनटों में हादसे के भारत सरकार के पास सूचना पहुंची। तुरंत ही मैंने मुख्यमंत्री जी, यहाँ के गृह मंत्री, होम डिपार्टमेंट के कंट्रोल रूम, सिविल एविएशन डिपार्टमेंट, सिविल एविएशन मंत्री, सभी से संपर्क किया। प्रधानमंत्री जी का भी तुरंत ही फोन आ गया और भारत सरकार और गुजरात सरकार के सभी डिपार्टमेंट एक साथ होकर राहत और बचाव कार्य में लगे। इस विमान में कुल मिलाकर 230 यात्री देश के और विदेश के और 12 क्रू मेंबर सवार थे। इसमें से एक यात्री का बचने का अच्छा समाचार मिला है, मैं उनको मिलकर आया हूं। मृत्यु का आंकड़ा तो DNA परीक्षण और यात्रियों की पहचान के बाद ही अथॉरिटी अधिकृत रूप से घोषित करेगी।
मगर जो यात्री बचा है उसको मैं मिलकर आया हूं। घटना के तुरंत बाद गुजरात सरकार ने बहुत त्वरा से डिजास्टर मैनेजमेंट की सारी इकाइयों को अलर्ट करते हुए, चाहे हेल्थ डिपार्टमेंट हो, चाहे फायर ब्रिगेड हो, चाहे पुलिस विभाग हो, भारत सरकार की भी सीएपीएफ को संपर्क कर सभी ने एक साथ मिलकर राहत और बचाव का कार्य चालू किया। मगर 1.25 लाख लीटर ईंधन विमान के अंदर ही था और लगभग गर्मी तापमान इतना ऊंचा हो गया कि किसी को बचाने की मौका ही नहीं मिला। अब मैं घटना स्थान पर भी जाकर आया हूं। सारे यात्रियों के मृतदेह को बाहर निकालने का काम लगभग समाप्त हो चुका है। जितने यात्रियों के परिजन यहां पहुंच चुके हैं वो सबका डीएनए लेने की कार्यवाही भी 2-3 घंटों में समाप्त हो जाएगी। विदेश में जिनके परिजन हैं उनको सूचना देने की कार्यवाही समाप्त हो चुकी है और जैसे ही पहुंचते हैं उनके भी डीएनए सैंपल लिए जाएंगे और मृतदेहों की पहचान के लिए जितने मृतदेह मिले हैं इनके भी डीएनए सैंपल लेने की कार्यवाही समाप्त हो चुकी है। गुजरात में ही लगभग 1000 के आसपास डीएनए टेस्ट करने पड़ेंगे। ये सभी टेस्ट करने की क्षमता गुजरात में विकसित है, तो डीएनए टेस्टिंग के लिए कहीं गुजरात के बाहर जाने की जरूरत नहीं पड़ेगी। गुजरात की एफएसएल और नेशनल फॉरेंसिक साइंस यूनिवर्सिटी दोनों मिलकर कम से कम समय में डीएनए का परीक्षण पूरा करने के बाद परिवारजनों को अपना मृतदेह परिजन का मृतदेह सौंपने का काम करेंगे। उनके रहने की सुविधा, उनकी सांत्वना की सुविधा, जिनको मेडिकल प्रॉब्लम ट्रॉमा के कारण हुए इनकी मेडिकल की सुविधा, ये सारी व्यवस्था बहुत सुचारू रूप से हो चुकी है। अभी रिव्यू मीटिंग में सारी व्यवस्थाओं को हम सब मंत्रियों ने साथ में मिलकर देखा है। एविएशन डिपार्टमेंट ने अपनी जांच शुरू कर दी है और जांच तेजी से आगे बढ़े इसके लिए भी एविएशन വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം താഴേക്ക് പതിച്ച് കത്തിയമർന്നതിന് കാരണമെന്ത്? ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവയിലെ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിലൂടെ ടേക്ക് ഓഫ് സമയത്ത് സംഭവിച്ച കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്ന് അധികൃതർ പറയുന്നു. ലഭ്യമായ വീഡിയോ ദൃശ്യങ്ങളും ദൃക്സാക്ഷി വിവരണങ്ങളും രക്ഷപ്പെട്ടയാളിന്റെ വാക്കുകളും കേട്ട ശേഷം വ്യോമയാന രംഗത്തെ വിദഗ്ധർ അപകടത്തിന്റെ പല സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നു. ഒന്നാമതായി എഞ്ചിൻ തകരാർ, രണ്ടാമത് വൈദ്യുതി നിലയ്ക്കൽ, അതുമല്ലെങ്കിൽ ഫ്ലാപ്പ് പിഴവ്. പറന്നുയരാൻ ചിറകുകളിലെ ഫ്ലാപ്പുകൾ താഴ്ത്തി ക്രമീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ ഉയർത്തിവെച്ച നിലയിലായിരുന്നു. ഇത് പറന്നുയരാൻ തടസ്സമാകും എന്നാണ് പൈലറ്റുമാർ പറയുന്നത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം വിമാനം താഴ്ന്ന് താഴെ വീഴാൻ സാധ്യതയില്ലെന്ന വാദവുമുണ്ട്. അടുത്തത് ലാൻഡിംഗ് ഗിയർ. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ താഴ്ന്നാണ് കിടന്നിരുന്നത്. ടേക്ക് ഓഫ് ചെയ്താൽ ഉടൻ ലാൻഡിംഗ് ഗിയർ ഉയർത്തുകയാണ് പതിവ്. ലാൻഡിംഗ് ഗിയർ താഴ്ന്നിരിക്കുന്നത് പറന്നുയരുന്നതിനെ നേരിയ തോതിലെങ്കിലും പ്രയാസം സൃഷ്ടിക്കും. അവസാനമായി സോഫ്റ്റ്വെയറിൽ പിഴവുകൾ സംഭവിച്ചാൽ അപകടം സംഭവിക്കും. ഫ്ലൈ ബൈ വയർ സംവിധാനത്തിലെ പിഴവുകൾ കാരണം പൈലറ്റുമാർക്ക് തെറ്റായ വിവരങ്ങൾ ലഭിച്ചത് ഉൾപ്പെടെയുള്ള സാധ്യതകളും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രഞ്ജിതയുടെ വീട് സന്ദർശിച്ചു. ഈ വിമാനഘടകം അപകടം ഒരു നാഷണൽ ട്രാജഡി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ പാർട്ടീൻ്റെ ബിഹാഫിലും എൻ്റെ ബിഹാഫിലും ഒരു കണ്ടോലൻസസ് അറിയിക്കാനും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അവിടെ DNA കളക്ഷൻ എല്ലാം ആ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീഡിയയാണ് മനസ്സിലാക്കുന്നത്. ആ പ്രോസസ്സ് ഇനി
നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ബോഡീസ് എല്ലാം മടങ്ങി വരുന്നത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.